മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, 15 നോമ്പിന്റെ ഒരുക്കമായിട്ട് നമ്മൾ ഇന്ന് 11ാം ദിവസത്തിലേക്ക് പ്രവേശിക്കുമ്പോഴും പരിശുദ്ധ അമ്മയെപ്പറ്റി നമ്മൾ ഇന്ന് ധ്യാനിക്കുക. പരിശുദ്ധ അമ്മ എളിമയുടെ മാതൃകയായിട്ടാണ്. കത്തോലിക്കരായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനകരമായ പുണ്യദിനങ്ങളാണ് പരിശുദ്ധ അമ്മയുടെ തിരുനാളുകൾ. വിശുദ്ധ ബെർണാഡ് പരിശുദ്ധ അമ്മയെ വിശേഷിപ്പിക്കുന്നത് ഇപ്രകാരമാണ്: അവൾ ദൈവത്തിന്റെ മാതാവ് മാത്രമല്ല, എളിമയുടെയും ലാളിത്യത്തിന്റെയും മാതൃക കൂടിയാണ് എന്നാണ്. ലളിത ജീവിതം നയിക്കുക എന്നതിനർത്ഥം ജീവിതത്തിലെ നല്ല കാര്യങ്ങൾ നിരസിക്കുക എന്നല്ല, മറിച്ച് അവയുടെ ശരിയായ കാഴ്ചപ്പാടിൽ സ്വീകരിക്കുക എന്നാണ്. ആഡംബരത്തിലും പദവിയിലും ആകർഷിക്കപ്പെടുന്ന ഒരു ലോകത്ത് ലാളിത്യം എന്ന പുണ്യം സമ്പന്നതയെ കുറയ്ക്കുകയല്ല, മറിച്ച് സ്നേഹത്തിനും സേവനത്തിനുമായി അർപ്പിതരാകുവാൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നമുക്കും പരിശുദ്ധ അമ്മയുടെ ലാളിത്യം നിറഞ്ഞ മാതൃക സ്വന്തമാക്കാം. എളിമയുടെ പാതയിലൂടെ തന്നെ എളിമപ്പെടുത്തി ദൈവഹിതത്തോട് വിധേയത്വം ഏറ്റുപറഞ്ഞപ്പോൾ മറിയത്തിന്റെ ജീവിതശൈലി മഹത്വീകരിക്കപ്പെട്ടു. ദൈവഹിതം നിറവേറ്റുവാൻ മറിയം എത്രമാത്രം താഴ്ത്തപ്പെട്ടുവോ അത്രമാത്രം ദൈവം മറിയത്തെ ഉയർത്തി. സ്വർഗത്തിന്റെ വീക്ഷണത്തിൽ മറിയം മറ്റേതൊരു സ്ത്രീയേക്കാൾ വിശുദ്ധയും ശ്രേഷ്ഠയുമാണ്. മറിയത്തെ സംബന്ധിച്ചുള്ള ഓരോ വചനഭാഗവും നമ്മുടെ വ്യക്തിപരമായ ജീവിതവുമായി അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ഭൗതിക സുഖങ്ങൾ തേടിയുള്ള ഈ ലോകത്തിന്റെ പരക്കം പാച്ചിലിനിടയിൽ ആത്മീയതയാകുന്ന വീഞ്ഞ് തീർന്നു പോകുന്നുണ്ടോ? ശൂന്യമായ നമ്മുടെ കൽഭരണികളിൽ ആത്മീയ ലഹരി നിറയ്ക്കണമെങ്കിൽ കുറവുകളെ നിറവുകളാക്കുന്ന ഈശോയുടെയും പരിശുദ്ധ അമ്മയുടെയും സാന്നിധ്യം അനിവാര്യമാണ്. ഇതേ സാന്നിധ്യമാണ് വർഷങ്ങൾക്ക് മുൻപ് കാനായിലെ കല്യാണ വീടിനെ പ്രസിദ്ധമാക്കിയത്. വിശുദ്ധ ഗ്രന്ഥത്തിൽ പരിശുദ്ധ അമ്മയുടെ അവസാനത്തെ വാക്കുകൾ ഇപ്രകാരമായിരുന്നു: അവൻ പറയുന്നത് ചെയ്യുക. അവൻ പറഞ്ഞത് കേട്ട് അനുഭവിച്ച ഒരു വ്യക്തിയുടെ അനുഭവ സാക്ഷ്യമാണ് മറിയത്തിന്റെ സ്വർഗാരോപണം. ലോകത്തിൽ ഇന്നോളം ഉണ്ടായ സ്ത്രീകളിൽ നിന്നും മറിയത്തെ വ്യത്യസ്തയാക്കിയത് മറിയത്തിന്റെ ഈ ഒരു മനോഭാവമാണ്. ലോകത്തിലെ എല്ലാ സ്ത്രീകളും വാചാലയാകുന്നിടത്ത് മറിയം നിശബ്ദയായി. ലോകത്തിലെ എല്ലാ സ്ത്രീകളും നിശബ്ദയാകുന്നിടത്ത് മറിയം വാചാലയായി. വീഞ്ഞു തീരുന്ന കല്യാണ വീട്, നാണക്കേടിനാൽ തലതാഴ്ത്തുന്ന കുടുംബനാഥനും സകലരും നിശബ്ദരായപ്പോൾ പരിശുദ്ധ അമ്മ വാചാലയായി. അവൻ പറയുന്നത് നിങ്ങൾ ചെയ്യുവിൻ. കാൽവരിയിലെ കുരിശിൻ ചുവട്ടിൽ ഏതൊരു സ്ത്രീയും ശാപവാക്കുകൾ പൊഴിക്കുന്നിടത്ത് പരിശുദ്ധ അമ്മ നിശബ്ദയായി നിന്നു. ഈ ദിനങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അമ്മയെ ധ്യാനിക്കുവാനും അമ്മ കാട്ടിത്തന്ന ഈശോയെ സ്നേഹിക്കുവാനുമാണ്. ഈശോയെ സ്നേഹിക്കുവാൻ പരിശുദ്ധ അമ്മ തന്നെ നമുക്ക് നൽകുന്ന ഉദാത്തമായ പ്രാർത്ഥന ക്രിസ്തു രഹസ്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ജപമാല മണികൾ തന്നെയാണ്. ജപമാലയെ നമുക്ക് സ്നേഹിക്കാം. ജപമാല മണികളുടെ പുണ്യം നിറഞ്ഞ വഴിയിലൂടെ നടന്നുകൊണ്ട് ഈശോയാകുന്ന യഥാർത്ഥ എളിമയുടെയും സ്വാതന്ത്ര്യത്തിന്റെയും ഉയരങ്ങളിലേക്ക് നമുക്കും പറക്കാം. പരിശുദ്ധ അമ്മയെ പോലെ ദൈവത്താൽ ആരോഹണം ചെയ്യപ്പെടാൻ നമുക്കും സാധിക്കട്ടെ.